പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാമെന്ന് പാകിസ്ഥാൻ വാഗ്ദാനത്തെ തള്ളി ഇറാൻ ഭരണകൂടം രംഗത്ത് വന്നു. തന്ത്രപ്രധാനമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാമെന്ന ഇസ്ലാമാബാദിന്റെ അവകാശവാദങ്ങളെ പാടെ നിരാകരിക്കുന്നതാണ് ടെഹ്റാന്റെ ഈ പുതിയ നിലപാട്. യുഎസുമായി നേരിട്ട് യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്നും മധ്യസ്ഥർ വഴിയെത്തുന്ന നിർദ്ദേശങ്ങൾ നീതിരഹിതവും അന്യായവുമാണെന്നാണ് ഇറാന്റെ പക്ഷം. മുംബൈയിലെ ഇറാന്റെ കോൺസുലേറ്റ് ജനറൽ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ഇറാൻ തള്ളിക്കളഞ്ഞത്. യുഎസുമായി നേരിട്ട് ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും മധ്യസ്ഥരിലൂടെ എത്തുന്നത് അതിരുവിട്ടതും അന്യായവുമായ ആവശ്യങ്ങൾ മാത്രമാണെന്നും മുംബൈയിലെ ഇറാന്റെ കോൺസുലേറ്റ് ജനറൽ പറഞ്ഞു. പാകിസ്ഥാന്റെ ചർച്ചാവേദികൾ അവരവരുടെ മാത്രം വിഷയമാണെന്നും ഇറാൻ അവയിലൊന്നും തന്നെ പങ്കെടുത്തിട്ടില്ലെന്നും കോൺസുലേറ്റ് ജനറൽ പ്രസ്താവനയിൽ അറിയിച്ചു. യുഎസുമായി നേരിട്ട് ചർച്ച നടന്നിട്ടില്ല. മധ്യസ്ഥർ മുഖാന്തരം എത്തുന്നത് അതിരുവിട്ടതും നീതീകരിക്കാത്തതുമായ ആവശ്യങ്ങളാണ്. യുഎസ് നയതന്ത്രം തുടർച്ചയായി മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. പാകിസ്ഥാന്റെ ചർച്ചാവേദികൾ അവരുടേത് മാത്രമാണ്. ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാദേശിക അഭ്യർത്ഥനകൾ സ്വാഗതാർഹമാണ്. എന്നാൽ ഓർക്കണം, ആരാണ് ഇത് ആരംഭിച്ചതെന്ന് കോൺസുലേറ്റ് ജനറൽ പ്രസ്താവനയിൽ അറിയിച്ചു. സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഇസ്ലാമാബാദിൽ നടത്തിയ ദീർഘമായ ചർച്ചകൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ മധ്യസ്ഥതയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചത്. യുഎസ് ഭരണകൂടവുമായും ഇറാനിലെ മുതിർന്ന മന്ത്രിമാരുമായും താനും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചർച്ചകൾ നടത്തിയതായും ഇഷാർ ദാർ അവകാശപ്പെട്ടിരുന്നു. ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ ചർച്ചയായെന്നും വരും ദിവസങ്ങളിൽ യുഎസിനും ഇറാനും ചർച്ച നടത്താൻ ഇസ്ലാമാബാദ് വേദി ഒരുക്കുന്നുമെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രഖ്യാപനം. എന്നാൽ ഇത്തരമൊരു ചർച്ചാവേദിയെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നും പാകിസ്ഥാൻ നടത്തുന്നത് അവരുടെ മാത്രം നീക്കങ്ങളാണെന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ഇറാന്റെയോ ഇസ്രായേലിന്റെയോ യുഎസിന്റെയോ പ്രതിനിധികൾ ആരും പങ്കെടുത്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. യുഎസ് നയതന്ത്രം അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്നും ഇറാൻ പ്രസ്താവനയിൽ ആവർത്തിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രാദേശികമായ ഏതൊരു ശ്രമത്തെയും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഈ സംഘർഷങ്ങൾ ആരാണ് ആരംഭിച്ചതെന്ന കാര്യം വിസ്മരിക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ചർച്ചാ ഫോറങ്ങളിൽ തങ്ങൾ പങ്കാളികളല്ലെന്നും ടെഹ്റാൻ വ്യക്തമാക്കുകയും ചെയ്തു. നയതന്ത്ര തലത്തിലെ ഈ തർക്കങ്ങൾക്കിടയിൽ ഇസ്ലാമാബാദിലെ വിദേശകാര്യ ഓഫീസിൽ നടന്ന മറ്റൊരു സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാനെത്തിയ വിദേശ പ്രതിനിധികളെ സ്വീകരിക്കുന്നതിനിടെ പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാർ ദാർ കാലുതെറ്റി വീണു. മറ്റൊരു മന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ നീങ്ങുന്നതിനിടയിലുണ്ടായ ഈ അബദ്ധത്തിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുകയും ചെയ്തു. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദറലാറ്റി, തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ, സൗദി പ്രതിനിധി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് എന്നിവരാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും പ്രധാന കക്ഷിയായ ഇറാൻ തന്നെ ഇതിനെ തള്ളിയത് ഇസ്ലാമാബാദിന് നയതന്ത്രപരമായ തിരിച്ചടിയായിരിക്കുകയാണ്.